വട്ടത്തിൽ ലൈറ്റ് എത്തുന്ന ഈ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ചതുരത്തിലും ത്രികോണത്തിലും പണി പാളും എന്ന് വിദഗ്ധർ അറിയിച്ച സ്മാർട്ട് ഫോണാണ് ഓപ്പോ F27 5G. ആൻഡ് അവരെ കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, കാരണം ഈ ഫോൺ അവർക്കുള്ളതല്ല. കടയിൽ ചെന്നിട്ട് എനിക്ക് 25,000 രൂപയ്ക്ക് താഴെ ഒരു നല്ല ഫോൺ അത്യാവശ്യം ഫീച്ചേഴ്സ് ഒക്കെ ഉള്ള എന്തെങ്കിലും കംപ്ലൈൻ്റ് ഒക്കെ വരുവാണെങ്കിൽ സർവീസ് സെൻ്റർ ഉള്ള എനിക്ക് കടയിൽ കൊണ്ടുപോയി കൊടുത്ത് കഴിഞ്ഞാൽ റെഡിയാക്കി തരാൻ പറ്റുന്ന, എനിക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്മാർട്ട് ഫോൺ വേണം എന്ന് പറയുന്നവർക്ക് വേണ്ടിയാണ് ഈ ഒരു ഫോൺ ഇറക്കിയിട്ടുള്ളത്. അവർക്കുള്ളതാണ് ഓപ്പോ F27 5G. ബോക്സിനകത്ത് നിങ്ങൾക്ക് സ്മാർട്ട് ഫോൺ കിട്ടുന്നുണ്ട്. ഇതിനെ അവർ കോസ്മോസ് റിംഗ് ഡിസൈൻ എന്നാണ് പറയുന്നത്. കൂടാതെ ഫോണിലിടാവുന്ന കേസ്, സിം ടൂൾ, ഡോക്യുമെന്റേഷൻസ്, 45 വാട്ടിന്റെ സൂപ്പർ ഹൂക്ക് ചാർജർ, ഒരു ടൈപ്പ് എ ടു ടൈപ്പ് സി കേബിൾ, ഇത്രയുമാണ് ബോക്സിനകത്ത് വരുന്നത്. ഇതിന്റെ ചുറ്റും റിംഗ് ഷേപ്പിൽ ലൈറ്റ് കത്തും. ഇതിനെ ഹാലോ ലൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഇത് നിങ്ങൾക്ക് കോൾ ചെയ്യുന്ന സമയത്ത്, പാട്ടുകൾ പ്ലേ ചെയ്യുന്ന സമയത്ത്, ഗെയിം കളിക്കുന്ന സമയത്ത്, ആൻഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്തും ഈ ലൈറ്റ് കത്തും. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കസ്റ്റമൈസ് ചെയ്യാനായിട്ട് പറ്റും. ഏത് കളറിൽ കത്തണം, ഏത് സമയത്ത് കത്തണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സെറ്റിംഗ്സിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഞാൻ ഓൺ ആക്കി വെച്ചാൽ ബാറ്ററി ഒക്കെ പോകുമോ എന്ന് പേടിയുള്ളവർക്ക് ഇത് ഓഫ് ആക്കി വെക്കാനുള്ള ഒരു ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. എന്റെ കയ്യിലുള്ള ഈ കളറിന്റെ പേരാണ് എമറാൾഡ് ഗ്രീൻ. ഒരു കളറും കൂടി ഉണ്ട്, ആംബർ ഓറഞ്ച് എന്നാണ് പറയുന്നത്. ആൻഡ് അതിന്റെ തിക്നെസ് ഇതിനേക്കാളും ഒരു പൊടിക്ക് കൂടുതലാണ്. ബട്ട് ഇതിന്റെ വെയിറ്റ് വരുന്നത് 187 ഗ്രാം ആണ്. വളരെ സ്ലിം ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ്. ഈ സ്മാർട്ട് ഫോണിൽ കൊടുത്തിരിക്കുന്ന ഒരു പഞ്ച് ഹോൾ ഡിസ്പ്ലേ ആണ്. ഇത് ഒരു 6.67 ഇഞ്ചിന്റെ 120 ഹെർട്സിന്റെ ഫുൾ HD പ്ലസ് ആയിട്ടുള്ള ഒരു AMOLED ഡിസ്പ്ലേ ആണ്. 2100 നിറ്റ്സിന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. ആൻഡ് 1200 നിറ്റ്സിന്റെ ടിപ്പിക്കൽ ബ്രൈറ്റ്നസ്. സോ ഇൻഡോർസിലും ഔട്ട്ഡോർസിലും ഒന്നും വിസിബിലിറ്റിക്ക് ഈവൻ ഡിസ്പ്ലേയിൽ വെള്ളമായി കഴിഞ്ഞാലും ടച്ച് വർക്ക് ചെയ്യും. സ്പ്ലാഷ് ടച്ച് ഉണ്ട്. ഡിവൈസിൽ നിങ്ങൾക്ക് താഴെയായിട്ടും മുകളിലായിട്ടും സ്റ്റീരിയോ സ്പീക്കേഴ്സ് കാണാനായിട്ട് പറ്റും. ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഉണ്ട്. ആൻഡ് ഇതിനകത്ത് അൾട്രാ ഹൈ വോളിയം മോഡ്, അതായത് 100% അതിലും കൂടുതൽ 300% വരെയുള്ള വോളിയം കൂട്ടാനായിട്ട് പറ്റുന്ന ഒരു മോഡ് ഉണ്ട്. ശരിയാണ്, 100% അല്ലെ മാക്സിമം വോളിയം. ഈ 300% എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, അൾട്രാ വോളിയം മോഡ്, അതായത് നോർമലിനേക്കാളും കുറച്ച് കൂടുതൽ വോളിയം കിട്ടും എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു 300% എന്ന് പറഞ്ഞ് ഇത് കാണിക്കുന്നത്. ഈ ഓപ്പോയിൽ മാത്രമല്ല, വേറെ പല കമ്പനികളുടെ പല ഫോണുകളിലും ഈ സെയിം സംഭവം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. എന്തായാലും ഓഡിയോ ക്വാളിറ്റി കേൾപ്പിച്ചു തരാം. അത്യാവശ്യം നല്ല ലൗഡ് ആയിട്ടുള്ള സ്പീക്കേഴ്സ് തന്നെയാണ് വരുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ ഇതിനകത്ത് വന്നിരിക്കുന്നത് മീഡിയാടെക്കിന്റെ Dimensity 6300 5G എന്ന് പറഞ്ഞ പ്രോസറാണ്. സ്വാഭാവികമായിട്ടും മൈൻഡിൽ വരുന്ന ചോദ്യമാണ്, 25,000 റുപ്പീസിന് ഒരു ഫോണാണല്ലോ, അതിനകത്ത് Dimensity 6300 ആണല്ലോ കൊടുത്തത് എന്ന്. ശരിയാണ്, ആ ഒരു കാര്യത്തിൽ എനിക്കും എന്തുകൊണ്ടാണ് കൊടുത്തത് എന്നുള്ളൊരു സംശയമുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ഓഫ്ലൈൻ ഓറിയന്റഡ് ഫോൺ ആയതുകൊണ്ട് നമുക്ക് ഇതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്നാലും LPDDR4X റാം ആണ് വരുന്നത്. UFS 2.2 സ്റ്റോറേജ് ആണ്. പ്ലസ് സ്റ്റോറേജിനെ തന്നെ റാം ആക്കി മാറ്റാൻ പറ്റുന്ന റാം എക്സ്പാൻഷൻ മോഡും ഇതിനകത്തുണ്ട്. ഇനി ഓപ്പറേറ്റിംഗ് സിസ്റ്റം നോക്കുവാണെങ്കിൽ ആൻഡ്രോയിഡ് 14 ആണ്. ColorOS 14 അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് ColorOS തരുന്നത്. കുറച്ച് ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ എക്സ്ട്രാ ആയിട്ട് കാണാൻ പറ്റും. ഇതെല്ലാം നിങ്ങൾക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളഞ്ഞാൽ കുറച്ചുകൂടി സ്മൂത്തർ ആയിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്ഡേറ്റിന്റെ കാര്യത്തിൽ നോക്കുവാണെങ്കിൽ 3 ഇയേഴ്സിന്റെ OS അപ്ഡേറ്റ്സും 4 ഇയേഴ്സിന്റെ സെക്യൂരിറ്റി പാച്ച് അപ്ഡേറ്റ്സും ആണ് ഓപ്പോ പ്രോമിസ് ചെയ്യുന്നത്. സപ്പോസ് ഇപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ കളയണമെങ്കിൽ ഇത് നിങ്ങൾ ജസ്റ്റ് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുക. അതിനുശേഷം എന്താ ഇവിടെ കണ്ടോ, ഇവിടെ ആപ്പ് ഇൻഫോ ഉണ്ട്. ആ ഒരു ആപ്പ് ഇൻഫോ പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഡിസേബിൾ എന്ന് കാണും. ആ ഒരു ഡിസേബിൾ ക്ലിക്ക് ചെയ്തിട്ട് സാധനം ഡിസേബിൾ ചെയ്ത് കളയുക. ബട്ട് ചെറിയ ഗെയിമുകളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് കളിക്കാം. പക്ഷേ ഇതിനകത്ത് അത്യാവശ്യം AI ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ നിങ്ങൾ വോയിസ് റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ അവർ റെക്കോർഡ് ചെയ്തതിന്റെ സമ്മറി നിങ്ങൾക്ക് ഇതിൽ കിട്ടും. AI റെക്കോർഡിംഗ് സമ്മറി വെച്ച് ഈവൻ നിങ്ങൾ സൈഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് AI ടൂൾ ബോക്സ് വരും. കുറേ അധികം ആ ഒരു ഫീച്ചേഴ്സ് എല്ലാം അതിനകത്ത് ഉണ്ടാവും. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഒരു ഇമെയിൽ എഴുതാൻ പോകുവാണെങ്കിൽ ടൂൾ ബോക്സിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ അവിടെ AI റൈറ്റർ ഉണ്ടാവും. നിങ്ങൾക്ക് വേണ്ടി ഇമെയിൽ എഴുതി തരുന്ന ഒരു വെബ്സൈറ്റിൽ നിങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതേ ടൂൾ ബോക്സിൽ നിങ്ങൾ പോയാൽ AI സമ്മറൈസ് കിട്ടും. നിങ്ങൾക്ക് സമ്മറി കിട്ടാൻ ഈവൻ AI സ്പീക്ക് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ അത് സംസാരിച്ച് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരും. സോ ഇതേപോലത്തെ AI ഫീച്ചേഴ്സ് ഉണ്ട്. ആൻഡ് ഈ സ്ലിം ആയിട്ടുള്ള ഫോണിൽ 5000 mAh ബാറ്ററി ഉണ്ട്. കൂടെ 45 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടും ഉണ്ട്. ചാർജറും ബോക്സിനകത്ത് വരുന്നുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിലൊന്നും പ്രശ്നമില്ല. ഇനി ബാക്ക് സൈഡിലേക്ക് വരുവാണെങ്കിൽ നമ്മുടെ ക്യാമറ പ്രൈമറി ആയിട്ട് നിങ്ങൾക്ക് 50 മെഗാ പിക്സലിന്റെ ഒരു ക്യാമറയാണ് വരുന്നത്. ആൻഡ് നിങ്ങൾ സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ അറിയാം, ഒരെണ്ണം ഫ്ലാഷ് ആണ്, ഒരെണ്ണം ഡിസൈൻ എലിമെന്റ് ആണ്. പ്ലസ് 2 മെഗാ പിക്സലിന്റെ പോർട്രേറ്റ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെയാണ് ഫോട്ടോ സാമ്പിൾസ് നമ്മൾ ഇതിൽ എടുത്തിരിക്കുന്നത്. ഇനി ഫ്രണ്ടിൽ സെൽഫി ക്യാമറ നോക്കുവാണെങ്കിൽ 32 മെഗാ പിക്സലിന്റെ ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഇത്തരത്തിലുള്ള സെൽഫി ഫോട്ടോസ് ആണ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന ഓപ്പോ സ്റ്റൈൽ സെൽഫീസ്. ഇനി വീഡിയോ ഡിപ്പാർട്ട്മെന്റ് നോക്കുവാണെങ്കിൽ നമുക്ക് ബാക്ക് ക്യാമറയിൽ ഇത്തരത്തിലുള്ള വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത്. ബട്ട് ഇത് 1080p എടുത്തിരിക്കുന്ന വീഡിയോ ആണ്. ഫ്രണ്ട് ക്യാമറയിൽ നിങ്ങൾക്ക് 1080p വീഡിയോ എടുക്കാനായിട്ട് പറ്റുന്നത്. എന്നാൽ നിങ്ങൾ ഗാലറിക്കകത്തും AI ഫീച്ചേഴ്സ് ഉണ്ട്. ഉദാഹരണത്തിന് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ അത് ടാപ്പ് ചെയ്ത് നിങ്ങൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു സ്മാർട്ട് ഇമേജ് AI സ്മാർട്ട് ഇമേജ് മാറ്റിംഗ് എന്ന് പറഞ്ഞ പരിപാടി, ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ എറൈസ് ചെയ്ത് കളയാൻ പറ്റുന്ന AI ഇറേസർ 2.0 എന്ന് പറഞ്ഞ ഫീച്ചർ. എറൈസ് മാത്രമല്ല, അവിടെ AI ഉപയോഗിച്ച് ഫില്ല്
ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇതേപോലെ നമുക്ക് AI ഉപയോഗിച്ച് അവതാർസ് ഉണ്ടാക്കാനായിട്ട് വരുന്ന AI സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും ഉണ്ട്. ഇത് സ്മാർട്ട് ഫോൺ ഡ്യുവൽ 5G സ്മാർട്ട് ഫോൺ ആണ്. ബ്ലൂടൂത്ത് 5.3 വെർഷൻ, വൈഫൈ 5 ആണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഓപ്പോയുടേതായിട്ടുള്ള ഈ ഒരു നെറ്റ്വർക്ക് സംബന്ധമായിട്ട് കുറച്ച് AI ഉണ്ട്. ഉദാഹരണത്തിന് ഇതിനകത്ത് AI ലിങ്ക് ബൂസ്റ്റ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ എലിവേറ്ററിലൊക്കെയാണ്, അതായത് ലിഫ്റ്റിലൊക്കെയാണ് പോകുന്നതെങ്കിൽ ആ സമയത്ത് പോലും കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ചുകൂടി സഹായിക്കുന്ന, പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു AI ലിങ്ക് ബൂസ്റ്റ് ഉണ്ട്. പിന്നെ ഓപ്പോ ഫോണുകളാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത്, ഓപ്പോ ഫോണിലേക്കാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ നെറ്റ്വർക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഒക്കെ വഴി കോൾ ചെയ്യാൻ വരുന്ന AI ബീക്കൺ ലിങ്ക് എന്ന് പറഞ്ഞ ഫീച്ചറും കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഓഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് 360 ഡിഗ്രി എന്ന് കേൾക്കുന്ന ഒരു ഫീൽ വരണമെങ്കിൽ അതിനുള്ള ഒരു ഫീച്ചർ ഉണ്ട്, ഹോളോ ഓഡിയോ എന്ന് പറഞ്ഞിട്ട്. അത് നിങ്ങൾക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. പിന്നെ വേറെ സംഭവം എന്താ വെച്ചാൽ ഇതിനകത്ത് മ്യൂസിക് പാർട്ടി എന്ന് പറഞ്ഞത് ഈ ഒരു ആപ്പ് ഉണ്ട്. മ്യൂസിക് പാർട്ടി ആപ്പ് എന്ന് വെച്ചപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ വേറെ ആർക്കെങ്കിലും ഓപ്പോ ഫോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ ക്രിയേറ്റ് പാർട്ടി എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങളൊരു വൈഫൈ സെലക്ട് ചെയ്തിട്ടൊരു പാർട്ടി ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുക. ഒരു പാർട്ടി ക്രിയേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു QR കോഡ് കിട്ടും. ഇനി ഈ ഒരു QR കോഡ് നിങ്ങളുടെ ഫ്രണ്ട് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഫോണിൽ പാട്ട് വെക്കുന്ന സമയത്ത് അതേ പാട്ട് നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ ഫോണിലും കേൾക്കും. ഒരു മ്യൂസിക് പാർട്ടി പോലെ 5-6 ഫോൺ ഉണ്ടെങ്കിൽ എല്ലാത്തിലും ഒരേ പാട്ട് കേൾക്കും, കുറച്ചുകൂടി ലൗഡായിട്ട് കേൾക്കാൻ വേണ്ടി. സോ ഇതൊക്കെയാണ് നമുക്ക് ഓപ്പോ F27 5G എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണിൽ കിട്ടുന്ന ഫീച്ചേഴ്സ്. കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടൊന്നും ഇതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ല, കാരണം അങ്ങനത്തെ ഒരു ഓഡിയൻസിന് വേണ്ടിയല്ല ഈ ഒരു സ്മാർട്ട് ഫോൺ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. ബട്ട് പല ആൾക്കാരും ന്യായമായിട്ടുള്ള സംശയമാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ 25,000 റുപ്പീസ് എന്ന് പറയുന്ന പ്രൈസ് പോയിന്റിന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ആ ഒരു ഫാക്ടറും കൂടെ നിങ്ങൾ കൺസിഡർ ചെയ്യണം. ഇത് അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഓഡിയൻസിന് ഫോക്കസ് ചെയ്തിട്ടുള്ള ഫോൺ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസ് പോയിന്റ് ഇറക്കിയിരിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അത്രയുള്ള വീഡിയോ അടുത്ത വീഡിയോ കാണാം. ബൈ.